ഗുഡ് മോർണിംഗ് എവറി വൺ. ചെക്കൻ കിടന്ന് ഉറങ്ങുമോ? അവൻ്റെ രാവിലെ എനിക്ക് മരിക്ക് പില്ലോയിൽ വെക്കാൻ പറ്റില്ല. അവൻ്റെ കിടക്കുന്നുണ്ട്. ചെക്കൻ ഇങ്ങനെ കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല മരി കേട്ടോ. ആരോട് പറയുന്നു, മൈൻഡ് വിളിക്കുന്നില്ല അവൻ. സോ ഗൈസ്, ഫ്രഷൊന്നും ആയില്ല. അപ്പം ഇനി ഫ്രഷ് ആവണം. മമ്മിയുടെ ഒക്കെ റെയിൽവേയിൽ ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് തിരിച്ച് വന്ന് എല്ലാം കഴിക്കണം. എന്താ വെച്ചാൽ നോക്കണം, എന്നിട്ട് കഴിക്കണം. അങ്ങനെയാണ്. ഇപ്പോൾ വർക്കൗട്ടിലാണ്ട് ഇപ്പോൾ ഒരു 10 days കഴിഞ്ഞ് സെറ്റിൽ ഡൗൺ ചെയ്യണം. എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ ഇന്നലെ ഒരു റൂം കണ്ടായിരുന്നു ആലുവയിൽ. അപ്പം എൻ്റെ ഫ്രണ്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്ത് UC കോളേജില്ലേ, UC കോളേജിനടുത്താണ് ആ റൂം കണ്ടത്. നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എന്തായാലും നോക്കാം. അപ്പോൾ ഇനി ഫ്രഷ് ആവാം. സമയമില്ല ഇപ്പോൾ. സമയം ഇപ്പം പറയാം. 8:01. ഒരു 15 മിനിറ്റിനുള്ളിലെങ്കിലും ഇറങ്ങേണ്ടി വരും. അപ്പം വേണ്ട മനത് കണ്ടില്ല. നീ ഏതാടാ, നീ കുഞ്ഞല്ലേടാ. അപ്പം നീ ഫ്രഷായിട്ട് പറ്റുവാണെങ്കിൽ വീഴുക, അല്ലെങ്കിൽ തിരിച്ച് കാറിനെ വീഴുക. ഫ്രഷായി ബൈബിൾ വെച്ചില്ല, പ്രാർത്ഥന കേട്ടില്ല. എല്ലാം ചെയ്യണം. പിന്നെ എന്താ പറയുക, ട്രെയിൻ ലേറ്റാണ്. ട്രെയിൻ ഇനി വരുമ്പം 10:45 ഒരു ട്രെയിൻ. ഇനി വരുമ്പോൾ 10:15 ഇപ്പം കാണിക്കുന്നത്. അപ്പം എന്തായാലും ആ ടൈമിൽ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പം നോക്കാം. ഇനി എന്തായാലും മീൽ എടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ ആണ്. കുറേ ദിവസമാണ് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത്. ബാക്കിലാണ് സ്വീറ്റ് പൊട്ടറ്റോ 200 grams എടുത്തിട്ടുണ്ട്. കുറച്ച് മതി. ഇത് പിറകിത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. സോ എവരി വൺ, ഇപ്പോൾ അമ്മേനെ ഡ്രോപ്പ് ചെയ്തു, പെങ്ങളെ ഡ്രോപ്പ് ചെയ്തു. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി ഒന്ന് പെട്രോൾ അടിക്കുക, പിന്നെ വീട്ടിൽ പോവുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് നല്ല ചേട്ടൻ റോഡ് നടക്കൂടെ പാട്ടും പാടി നടക്കുന്നത്. അപ്പോൾ പാക്കലാം ഗൈസ്, പാക്കലാം. സോ ഗൈസ്, മീൻ ചോറ് 250 gram ചോറ്, മീൻ ഫ്രൈ ആട്ടോ, പിന്നെ ബീൻസ്, സാമ്പാറുണ്ട്. ഇത് മൊത്തം കുറച്ചെടുക്കത്തുള്ളൂ. അപ്പം ഇതാണ് മീൽ 3. അപ്പം ഒരു എനർജി ലൈക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്കറിയില്ല. കൺഫ്യൂസ്ഡ്. സോ എനിവേ, ലെറ്റ്സ് ഹാവ് മീൽ നമ്പർ 2. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമാകുന്നു. എനിക്കറിയില്ലൊന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും നോർമലി ഒന്നും ഷെയർ ചെയ്യാൻ പോലും അങ്ങനെ അധികം പറ്റുന്നില്ല. ഒന്നും വർക്കൗട്ടില്ല, പ്രോപ്പർ ന്യൂട്രീഷനില്ല. ഞാനാണെങ്കിൽ പക്ക ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇത് 2 ദിവസം ഇങ്ങനെ പറയുന്നത്. അവസരം ഒന്നുമില്ല, അതുമില്ല ഇതുമില്ലാണ്ട്. പക്ഷേ ഇറ്റ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അത് ഓർക്കുമ്പോൾ സമാധാനമുണ്ട്. കാരണം വെച്ചാൽ പൈസ കളയാൻ പൈസ ഇല്ല. അതുകൊണ്ടാണ് ജിം ഫീസ് ഇപ്പം കൊടുക്കാതിരിക്കുന്നത്. നാളെ എറണാകുളത്ത് റൂം എടുക്കണം നോക്കണം. അപ്പോൾ കളമശ്ശേരി ഇപ്പോൾ റൂം കണ്ടിട്ടുണ്ട് 6000. അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ അത് പോയി കാണണം, നോക്കുന്നതൊക്കെ. പിന്നെ ആലുവയിൽ റൂമുണ്ട്, അത് നോക്കണം. പെട്ടെന്ന് ചാടിക്ക് എടുത്തിട്ട് പിന്നെ റിക്രൂട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇപ്പം എല്ലാം ഒരു ബുദ്ധിമുട്ടിരിക്കുന്നത്. ബട്ട് ഇങ്ങനെ പോയാലും ഈ വർഷം നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കും. ഇൻ മൈ ഫിസിക്കൽ, ഇൻ മൈ ഫിനാൻഷ്യൽ, എവറിത്തിങ്. I want to live, I want to win in life, I want to be victorious, I want to be a good human, I want to be a gentleman. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എൻ്റെ അടുപ്പം മാത്സ് ഉണ്ട്. അപ്പം മാത്സ് ഉണ്ട്. എനിക്ക് താഴെ പോയി മാർക്ക് ഫുഡ് കൊടുത്തു. അപ്പം വൈകുന്നേരം കൊടുത്തു. ഇന്നത്തെ ദിവസം എപ്പോഴും കഴിക്കുന്നത് 2 മാറ്റി ഇപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല. അപ്പം അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ നാളെ രാവിലെ എറണാകുളത്ത് പോകണം. അപ്പോൾ ഇന്നത്തെ അത്രേ ഉള്ളൂ. പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഇഫ് യു വർക്ക്ഡ് ഔട്ട് ഓർ നോട്ട്. എനിവേ, ഐ വിഷ് യു all the very best throughout this whole year, your whole life. Yeah, that's it. Good night, take care, drink water, stay healthy, eat good food, be good to everyone. Good night.